ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെറിയ DC മോട്ടോർ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പുല്ല് വെട്ടുന്ന മെഷീൻ. ആ വീഡിയോ നിങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. ഒരുപാട് പേര് നല്ല സപ്പോർട്ടായിരുന്നു. ഒരുപാട് പേര് അത് കൂട്ട് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാക്കി തരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാത്തൊരു വിഷമമാവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും തന്നെ റെസ്പോണ്ട് ചെയ്യാത്തത്. ഇനി നിങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ച് തന്നിരുന്നത് ആ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു പുല്ല് വെട്ടുന്ന മെഷീൻ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു, നല്ല അടിപൊളിയാണ്, വീട്ടിലെ പർപ്പസിനൊക്കെ ഇത് മതി, ധാരാളം ഇത് മതി. പക്ഷെ വേറൊരു കാര്യം, ചില കട്ടിയുള്ള പുല്ലൊന്നും പോകത്തില്ല. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേറെ 1, 2, 3 അറ്റാച്ച്മെന്റും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് നമുക്ക് കാണാം. ഇതിപ്പോ മറ്റേ നൈലോണിന്റെ വയറാണ് ഇട്ടേക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇത് നമ്മുടെ 2 ബാറ്ററി ഫുള്ള് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് വയർ നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. നമുക്കിതെടുത്ത് നമ്മൾ സ്വിച്ചൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മുമ്പത്തെ സ്വിച്ച് ചെറുതായിട്ട് ഇങ്ങനെ ലോഡ് കൂടുമ്പോഴത്തേക്കും ചൂടായിട്ട് ഉരുകിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്വിച്ച് ആകുമ്പോഴത്തേക്കും പ്രശ്നമില്ല, ലോഡ് വന്നു കഴിഞ്ഞാലും വിഷയമില്ല. അപ്പോൾ നമ്മൾ ഈ DC പോർട്ട് 12 വോൾട്ട് കൊടുത്തു. നല്ല സ്ട്രോങ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ കേട്ടോ. ഇതുപോലെ ഇതിൽ കൂടുതൽ പവർ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നന്നായിട്ട് പോകുന്നുണ്ട് കണ്ടോ. ഇതിന്റെ ബോർഡറൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ടിരിക്കുന്ന എല്ലാം നമ്മൾ അടിച്ചു കളയുവാണേ. അപ്പൊ ഇതൊരു അറ്റാച്ച്മെന്റ്. ഇനി നമുക്ക് വേറെ അറ്റാച്ച്മെന്റ് നോക്കാം കേട്ടോ. ഇത് ഊരുന്നതിന് വേണ്ട ടൂൾസ് ഇത് രണ്ടും കേട്ടോ. ഈ സ്പാനർ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ കേട്ടോ ഊരുന്നത്. ഇങ്ങനെ ഊരിയിട്ട് ആംഗിൾഡ് ഗ്രൈൻഡറിലൊക്കെ ബ്ലേഡ് ഇടുന്ന പോലെ തന്നെ. ഇനി നമ്മൾ വേറൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ 5 ഇഞ്ചിന്റെ സോ ബ്ലേഡ് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണേ. ഈ മരമൊക്കെ മുറിക്കുന്നത്. മോട്ടറിന്റെ റൊട്ടേഷൻ വരുന്നത് ഇങ്ങോട്ടാണേ. അപ്പൊ ഇങ്ങോട്ട് റൊട്ടേഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരണം. അപ്പൊ ബ്ലേഡ് നമ്മൾ ഇങ്ങനെ ഇടണം. കുറച്ച് കട്ടിയുള്ള പുല്ലൊക്കെ വെട്ടാൻ പറ്റുമെന്ന് നോക്കാനാണേ. എന്നിട്ട് ഇങ്ങനെ ഇടുന്നു. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നന്നായിട്ട് കറങ്ങുന്നുണ്ട്. നമുക്ക് ഇച്ചിരി കട്ടിയുള്ള പുല്ലൊന്ന് വെട്ടി നോക്കാം. ഇവിടെ ഇച്ചിരി കട്ടിയുള്ള പുല്ലൊക്കെ ഉണ്ടേ. സേഫാണ് കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇതിപ്പോ ഞാൻ ഇത് വെട്ടി പോലും നോക്കിയിട്ടില്ലായിരുന്നു. നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെയാണ് ഇത് നോക്കുന്നത് കേട്ടോ. ഉണ്ടോ? അപ്പൊ അത്യാവശ്യം കട്ടിയുള്ള, ഇത് ഏറ്റവും കൂടുതൽ കട്ടിയുള്ള പുല്ലാണേ വെട്ടുന്നേ. ഒത്തിരി വെയിറ്റും ഇല്ല. ഉണ്ടോ? നമ്മുടെ വീട്ടുപരിസരത്തുള്ള പുല്ലൊക്കെ അടിക്കാൻ ഇത് ധാരാളമാണ്. ഇതുപോലെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നേ. സൂപ്പറായിട്ട് പോയിട്ടുണ്ട്. ഇതാണ് ബ്ലേഡ്. ഇങ്ങനെ. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അറ്റാച്ച്മെന്റ് ആട്ടോ ഇതാണ് നമ്മൾ ഇനി റെഡിയാക്കാൻ പോകുന്നത്. അതായത് പുല്ല് ട്രിം ചെയ്യാനുള്ള ഈ നാച്ചുറൽ ഗ്രാസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്താണേ. ജസ്റ്റ് ഇങ്ങനെ ഇടുന്നു.
ഇടയ്ക്ക് പുല്ലൊക്കെ കയറി ക്ലീൻ ചെയ്യേണ്ട ഉള്ളതുകൊണ്ട് നമുക്ക് ഊരണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഊരാവുന്ന രീതിക്ക് ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനെ എടുക്കും, ഈ തൊള്ള നോക്കിയിട്ട് ഈ ലോക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിത് അഴിക്കാമേ. ഇത് ഈ സൈക്കിളിൻ്റെ ഒക്കെ സപ്പോർട്ടിങ് വീലാട്ടോ. ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇതിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു കാണിക്കാൻ മറന്നുപോയൊരു സാധനമുണ്ട്. അതായത് ഈ വയറ് കിട്ടുന്നില്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഷാർപ്പാണ് ഇത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി കട്ടിയുള്ള പുല്ലൊക്കെ അടിക്കാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരുടെയൊക്കെ പഴയ സൈക്കിളിൻ്റെ ഒക്കെ ബ്രേക്ക് കേബിളുകളില്ലേ, അത് ഈ സൈക്കിൾ കടയിലോ 2 വീലർ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി കേബിളുകൾ, ആക്സിലേറ്റർ കേബിൾ ഇതൊക്കെ മാറുന്ന കാണും. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ ത്രെഡ് ആ നാരിങ്ങനെ പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും സോൾഡറിങ് ചെയ്തേക്കുവാണ് ലെഡ് വെച്ചിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇത് ഈ നൈലോൺ ഇതിന് വള്ളിക്ക് പകരം ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് നമുക്ക് പുല്ല് കട്ട് ചെയ്യാൻ പറ്റുമേ. നമുക്ക് ഈ ഒരു ബ്ലേഡ് എന്തായാലും അപ്പോൾ ഇത് സക്സസ് ആയിരുന്നു. ഇത് നമുക്ക് കഴിക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ബ്ലേഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇടുമ്പോൾ റൊട്ടേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ റൊട്ടേഷൻ നോക്കിയിട്ട് നമ്മൾ ബ്ലേഡ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇത് മൂർച്ച പോയ ബ്ലേഡാട്ടോ. അതായത് എൻ്റെ താഴെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത്യാവശ്യം വുഡ് വർക്ക് ഒക്കെ ചെയ്യുന്നത്. അപ്പം ആ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ബ്ലേഡ് ആയിരുന്നു. അതിന് മൂർച്ച പോയപ്പോഴത്തേക്ക് അങ്ങനെ എടുത്തിട്ടാ. പിന്നെ ഈ ഒരു അറ്റാച്ച്മെന്റ് ഇങ്ങനെ വെച്ച്, അതായത് ഇതിന്റെ നമുക്ക് ട്രിമ്മിങ്, അതായത് ഈ വീലിന്റെ ലെവലിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് വാഷർ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് അങ്ങ് ഫിക്സ് ചെയ്യാവേ. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു വാഷർ ഇട്ടിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇത് കൂട്ട് നാച്ചുറൽ ഗ്രാസ് ട്രിം ചെയ്തെടുക്കാൻ പറ്റും ഒരേ ലെവലിലേ. അതാണ്. എന്നിട്ട് ജസ്റ്റ് ഈ നട്ട് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ടൈറ്റാക്കി നമുക്കൊന്ന് നോക്കാട്ടോ. ഒരേ ലെവലിൽ നമുക്ക് പുല്ല് തെറിക്കുന്ന കണ്ട. ഇതൊന്ന് വെട്ടി നോക്കാട്ടോ. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. ബാഹുബലിക്കകത്ത വണ്ടി പോകുന്ന പോലെ ഉണ്ട് കേട്ടോ, വൽവാർ ദേവന്റെ വണ്ടി. ഇത് അത്ര ഡേഞ്ചർ ഒന്നുമില്ല കേട്ടോ, ഈസിയാണ്, നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് അങ്ങനെ തെറിക്കത്തൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് വേറൊരു ചെറിയ അറ്റാച്ച്മെന്റ് ഉണ്ടേ, അത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഉരുന്നോ വീല് മാറ്റുന്നോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ പുല്ലൊക്കെ കയറും കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ അയച്ചു തന്നെ കൊടുക്കണം. ഈ കട്ടിയുള്ള നീളത്തിലുള്ള പുല്ലൊക്കെ ഇടയ്ക്ക് കയറാനുള്ള മറ്റേ വയറിടുമ്പോഴത്തേക്ക് അത്രയും പ്രശ്നം വരത്തില്ല. ഇപ്പോൾ വാളിൻ്റെ തിക്നെസ് ഇത്രയല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് പുല്ല് കയറിയിട്ടേ ഇത് ഒരു ഗാർഡാട്ടോ. അതായത് നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഈ വാള് നമ്മൾ ഈ ഭിത്തിയിലേക്കൊക്കെ, അതായത് നമ്മുടെ ഈ നാച്ചുറൽ ഗ്രാസ് ഒക്കെ ഇങ്ങനെ ഈ സൈഡിൽ ഭിത്തിയിൽ വരുന്നില്ലേ, അതുപോലെ നമ്മുടെ പോർച്ചിന്റെ സൈഡിലൊക്കെ നിൽക്കുന്ന പുല്ലുകളൊക്കെ നല്ല നീറ്റായിട്ട് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇട്ട് നമ്മൾ ഉരയ്ക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഭിത്തിയിലെ ഈ വാള് കൊണ്ടിട്ട് വാളിന്റെ ഷാർപ്പ്നെസ്സും പോവും, ഭിത്തിയിലെ പെയിന്റും ഒക്കെ പോകും കേട്ടോ. അതുകൊണ്ടാണേ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്തു. അതായത് നമുക്ക് ഇങ്ങനെ ഉരയ്ക്കാം, വാള് കൊള്ളത്തില്ല. ഈ ടൈലിലേക്ക് ഗ്രാനൈറ്റിലേക്ക് ഇങ്ങനെ പുല്ല് കയറി കിടക്കുന്നുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ടാണേ.
ഇത്രയും പുല്ല് നമുക്കിങ്ങനെ നൈസായിട്ട് ട്രിം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങോട്ട് കയറി കിടന്ന പുല്ലൊക്കെ. ഇനി ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് എങ്ങനെയാണ് കാണിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് നിൽക്കുന്ന ചെറിയൊരു മരത്തിൻ്റെ ചെറിയ ഒരു ചില്ലയൊക്കെ വെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ വഴിയിലേക്ക് നിൽക്കുമല്ലേ, ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതുണ്ടോ, ഇത് വെട്ടുമ്പോഴത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് വെട്ടണേ. അതിൻ്റെ ആ മോട്ടർ എങ്ങോട്ടാ കറങ്ങുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു ഡയറക്ഷനൊക്കെ നോക്കിയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇങ്ങനെ മരം മുറിക്കുമ്പോൾ മാത്രം. ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചതൊന്നുമല്ല കേട്ടോ. ഇതിങ്ങനെ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെ ഒരു പർപ്പസ് ഇതിനുണ്ടെന്ന് കാണിച്ചതാണേ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരുവേ. ഇതൊക്കെ ഏറ്റവും കട്ടിയുള്ള ഇതാണ്. ശരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ വലിയ കലയാണ് പുല്ല് വെട്ടുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് പുല്ല് വെട്ടുന്നതൊക്കെ അതൊരു പ്രൊഫഷണലായിട്ട് വെട്ടുന്ന ഒരാൾ വെട്ടുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഞാൻ ചെയ്തപ്പോൾ അത്ര ക്ലിയർ ആയിട്ടില്ല, അതെനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് പുതിയ മോഡിഫിക്കേഷനില്ല, അതായത് ഇത് നല്ല രീതിയിൽ കുറച്ചും കൂടെ നല്ല പവർഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ആ സമയം വരെ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.